നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സിങ്കോപ്പ് അഥവാ ബോധക്ഷയം എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും പെട്ടെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു, ഇത് കോട്ടലാണോ അപസ്മാരമാണോ എന്ന സംശയത്തോടെ അനേകം രോഗികൾ എന്നെ കാണാൻ വരാറുണ്ട്. വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് സിങ്കോപ്പ് അഥവാ ബോധക്ഷയം. താൽക്കാലികമായി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുക, കണ്ണിലേക്ക് ഇരുട്ട് കയറുക എന്ന പോലെയുള്ള തോന്നലുകൾക്ക് ശേഷം ബോധം നഷ്ടപ്പെടുക, ഇതിനെയാണ് സിങ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങളാൽ ആകാം. പ്രധാനമായും 3 തരത്തിലാണ് സിങ്കോപ്പൽ അറ്റാക്ക്. ഏറ്റവും സാധാരണമായ സിങ്കോപ്പൽ അറ്റാക്കിനെ ന്യൂറലി മീഡിയേറ്റഡ് സിങ്കോപ്പ് അല്ലെങ്കിൽ റിഫ്ലക്സ് സിങ്കോപ്പ് എന്നാണ് വിളിക്കുക. വാസോവേഗൽ സിങ്കോപ്പ് എന്ന് പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു തരമാണ്. പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിക്കുക, ശക്തമായ വേദന വരുമ്പോൾ ബോധം നഷ്ടപ്പെടുക, അനങ്ങാതെ ഒരു സ്ഥലത്ത് കുറേ നേരം നിന്നതിന് ശേഷം ബോധം നഷ്ടപ്പെടുക, ഇതെല്ലാം ഈ ന്യൂറലി മീഡിയേറ്റഡ് സിങ്കോപ്പാണ്. മറ്റൊരു തരത്തിലും ഈ റിഫ്ലക്സ് സിങ്കോപ്പ് ഉണ്ടാകാം. ശക്തമായി അടുപ്പിച്ച് പലതവണ ചുമയ്ക്കുക, തുമ്മുക, ആ സമയത്ത് ബോധം നഷ്ടപ്പെടുക. ചില ആളുകൾക്ക് മൂത്രം ഒഴിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയി മൂത്രം ഒഴിച്ചു കഴിയുന്നു, ആ സമയത്ത് കണ്ണിലേക്ക് ഇരുട്ട് കയറും, ബോധം നഷ്ടപ്പെടും. ഇതെല്ലാം ന്യൂറലി മീഡിയേറ്റഡ് സിങ്കോപ്പാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തരം സിങ്കോപ്പ് പ്രഷർ താന്നു പോകുന്നത് കൊണ്ടാണ്. ഇതിനെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രഷർ താന്നു പോകാനുള്ള സാധ്യത കൂടുതലുള്ളത്? ശരീരത്തിലെ ജലാംശം കുറയുന്ന സാഹചര്യങ്ങളിൽ, എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒട്ടും കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒത്തിരി ചൂടുള്ള സാഹചര്യം, ചിലപ്പോഴൊക്കെ വയറ് നിറച്ച് അരിയാഹാരമൊക്കെ കഴിച്ചു, ഇപ്പോൾ രക്തയോട്ടമൊക്കെ വയറിലേക്ക് ദഹനത്തിന് വേണ്ടിയായിട്ട് പോയി, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരുന്നിട്ടൊക്കെ പെട്ടെന്ന് എണീക്കുമ്പോൾ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ തോന്നാം. ആരോഗ്യ പ്രശ്നമുള്ള സമയങ്ങളിൽ ശക്തമായ പനി, വയറിളക്കം, അങ്ങനെ ശരീരത്തിലെ ജലാംശം കുറയുന്ന സാഹചര്യങ്ങളിൽ ഇരുന്നിട്ട് പെട്ടെന്ന് എണീറ്റാൽ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്യാം. അങ്ങനെ പ്രഷർ, രക്തത്തിൻ്റെ മർദ്ദം താന്നു പോകുന്നത് കൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ബോധം നഷ്ടപ്പെടുന്നതിനെ നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ കാരണമുള്ള സിങ്കോപ്പ് എന്ന് വിളിക്കും. ചില രോഗികൾക്കൊക്കെ ഇത് വരാനുള്ള അപകട സാധ്യത കൂടുതലുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹമൊക്കെ കൺട്രോൾ ഇല്ലാത്ത രോഗികൾക്ക് ഈ കിടന്നിട്ട് എണീക്കുന്ന സമയത്ത് BP താന്നു പോകാനുള്ള അപകട സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ തരം സിങ്കോപ്പാണ് കാർഡിയോജനിക് സിങ്കോപ്പ്. ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ഹാർട്ടിൻ്റെ പമ്പിങ് കുറവുള്ളവർ, പ്രായം മുമ്പോട്ടേക്ക് വരുമ്പോൾ ഹൃദയത്തിൻ്റെ പുറത്തേക്കുള്ള രക്തം പോകുന്ന വാൽവ് ആണ് അയോർട്ടിക് വാൽവ്. ഈ അയോർട്ടിക് വാൽവിൻ്റെ ചുരുക്കം ഉള്ളവർ, ഹൃദയത്തിൻ്റെ മിടിപ്പ് തെറ്റായ രീതിയിലുള്ളവർ, ചിലപ്പോഴൊക്കെ ചില രോഗികൾക്കൊക്കെ മിടിപ്പ് ആവശ്യത്തിനില്ലാത്തത് കൊണ്ട് പേസ് മേക്കർ വെച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയുകയോ മിടിപ്പ് ആവശ്യത്തിനില്ലാതിരിക്കുകയോ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം തലച്ചോറിലേക്ക് രക്തയോട്ടം കുറയുന്നത് കൊണ്ട് സിങ്കോപ്പ് ഉണ്ടാകാം. രോഗികൾ പ്രധാനമായും വരിക ഈ ബോധക്ഷയം ഒരു കോട്ടൽ അല്ലെങ്കിൽ അപസ്മാരമാണോ എന്ന ചോദ്യത്തോടെയാണ്. ബോധം കെട്ട് വീണാൽ അത് സിങ്കോപ്പാണോ അപസ്മാരമാണോ എന്ന് എങ്ങനെ വേർതിരിക്കാനാകും? ഏത് സാഹചര്യത്തിൽ ആർക്കാണ് ഉണ്ടായത് എന്നത് ആണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ രോഗിക്ക് ഉണ്ടായ ആ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് സിങ്കോപ്പാണോ എന്ന് ഒരു പരിധി വരെ മനസ്സിലാക്കാം. ബോധക്ഷയത്തിന് മുമ്പ് കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ ഉണ്ടാവുക, ബോധക്ഷയം ഉണ്ടായിക്കഴിഞ്ഞ് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ബോധം വരിക. കാര്യം തലച്ചോറ് മുകളിലും ഹൃദയം താഴെയുമാണ് സാധാരണ. ഒരാൾ മറിഞ്ഞു വീഴുന്നതോടെ തലച്ചോറും ഹൃദയവും ഒരേ ലെവലിലാവുമ്പോൾ ഈ രക്തയോട്ടം പുനർസ്ഥാപിക്കപ്പെടും. അപ്പോൾ ബോധം വീണ്ടുകിട്ടും.
അപസ്മാരമുള്ള ഒരു രോഗിക്ക് നിലത്ത് വീഴുന്ന സമയത്ത് ഉച്ചത്തിലുള്ള അലർച്ച, വായിൽ നിന്ന് നുരയും പതയും വരിക, നാക്ക് കടിക്കുക, കൈകാലിട്ട് അടിക്കുക, മൂത്രം അല്ലെങ്കിൽ മലം പൊയ്പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സാധാരണഗതിയിൽ സിങ്കോപ്പിന്റെ കൂടെ ഇതൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഒരു രോഗിക്ക് അപസ്മാരമുണ്ടായാൽ അതിൽ നിന്ന് ബോധം വീണ്ടെടുത്താലും രോഗി കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്ത് സംഭവിച്ചു, എവിടെയാണ്, ഇങ്ങനെയുള്ള രീതിയിൽ കുറച്ച് സമയമെടുക്കും സ്വബോധം വീണ്ടെടുക്കാൻ. എന്നാൽ സിങ്കോപ്പുള്ള രോഗി ബോധം വീണ്ടെടുക്കുന്നത് ഉടനെ, അതിനുശേഷം കൺഫ്യൂഷനൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സിങ്കോപ്പ് അഥവാ ബോധക്ഷയമാണോ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നന്ദി.